ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് കൊല്ലത്ത്. ഇവിടെ നിന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പേഴാംതുരുത്ത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ബസ് 2:40 വരുന്നത്. 2:40 ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ കൃത്യം 2:40 തന്നെ പേഴുംതുരുത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് ലാൻഡ് ചെയ്തു. ബസ്സിലേക്ക് കയറാൻ നേരം അല്പം പൊക്കം ഉണ്ടായിരുന്നു, ഇത്തിരി പാടുപെട്ടു. ബസ്സിൽ ഇവിടെ നിന്ന് ആരും ഇല്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ഓരോ സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെല്ലാം കയറുന്നത്. അങ്ങനെ പതുക്കെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല ശാന്തസുന്ദരമായ സ്ഥലങ്ങളെല്ലാം കടന്ന് പോയിക്കൊണ്ടിരുന്നു. മെയിൻ റോഡ് കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ എല്ലാം ഒരുപാട് ആളുകളൊന്നുമില്ല. നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്. കണ്ട, റോഡ് അരികിലെ വീടുകളാണ്. ചില സ്ഥലങ്ങളൊക്കെ സ്റ്റോപ്പ് കണ്ട ചില സ്ഥലങ്ങളൊക്കെയാണ് വീഡിയോ എടുത്തത്. ഇത് ഓരോ സ്കൂളുകളും അതുപോലെ തന്നെ ഒരുപാട് പള്ളികളും അമ്പലങ്ങളും എല്ലാം പോകുന്ന വഴിക്കുണ്ട്. ഈ പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ സവിശേഷത. ഒരുപാട് മരങ്ങളും തെങ്ങിൻ തോപ്പാണ് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ജലാശയങ്ങളും അഷ്ടമുടി കായലും അതുപോലെ അതിൻ്റെ ചുറ്റും ഒരുപാട് തെങ്ങിൻ തോപ്പും ഒരുപാട് കണ്ടൽ ചെടികളും എല്ലാമുള്ള മനോഹരമായ സ്ഥലമാണ്. രണ്ട് സൈഡും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരു ബഹളവുമില്ല, ഒന്നുമില്ല. അധികം ആളുകളും ഒന്നുമില്ല. ബസ്സിലും അധികം ആരുമില്ല. എപ്പോഴും ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. യാത്രാ സൗകര്യം വളരെ നന്നായിട്ടുണ്ട്. ദാണ്ട കണ്ടൽ ചെടികളും വാഴത്തോപ്പുകളും കൃഷിയും നല്ല രീതിയിലുണ്ട്. തെങ്ങിൻ തോപ്പ്, അതുപോലെ തന്നെ അവിടെ കയറിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ മത്സ്യബന്ധനവുമാണ് ഈ മൺട്രോത്തുരുത്ത് അല്ലെങ്കിൽ പേഴുംതുരുത്ത് ഭാഗത്തുള്ള ജനങ്ങളുടെ ഒരു പ്രധാന ഉപജീവന മാർഗം. പിന്നെ ഒരുപാട് ബോട്ട് സർവീസുകളുമുണ്ട്. അഷ്ടമുടി കായലിലൂടെയുള്ള ബോട്ട് സർവീസ് പല സ്ഥലങ്ങളിലായിട്ട് കാണാം. പലരും നമ്മളെ ക്യാൻവാസ് ചെയ്യുകയും ചെയ്യും. എവിടെയെങ്കിലും ഇറങ്ങിയാൽ എസ് വളവ്, ബാങ്ക് ജംഗ്ഷൻ, പിന്നെ കിഴക്കേ കല്ലട, പിന്നെ അത് കഴിഞ്ഞ് ചിറ്റുമല അമ്പലം, ഇതെല്ലാം പാസ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ചിറ്റുമല ക്ഷേത്രം. വളരെ ചരിത്രപ്രസിദ്ധമായ ദുർഗാദേവി ക്ഷേത്രമാണ് ചിറ്റുമല ദേവി ക്ഷേത്രം. പല ഉപദേവതകളും എല്ലാമുണ്ട്. മീനമാസത്തിലാണ് ഉത്സവം ഭയങ്കര ഗംഭീരമായിട്ടാണ് കൊണ്ടാടപ്പെടുന്നത്. അങ്ങനെ കുന്നും മനോഹരമായ തടാകങ്ങളും എല്ലാമുള്ള അതിമനോഹരമായൊരു സ്ഥലമാണ് കിഴക്കേ കല്ലടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചിറ്റുമല ദുർഗാദേവി ക്ഷേത്രം. അങ്ങനെ ഈ ഭൂപ്രകൃതിയെല്ലാം ആസ്വദിച്ച് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കൊച്ചു കൊച്ചു വീടുകളും കടകളും, ഇത് കണ്ട നല്ല ബിൽഡിങ്ങുകളും പള്ളികളും എല്ലാം ഉള്ള റോഡിനല്പം വീതി കുറവാണ്. അതുകൊണ്ട് വളരെ സ്പീഡിലല്ല പോകുന്ന, ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ പോയി നമുക്ക് രണ്ട് സൈഡിലെയും കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് പോകാം. ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. സ്വസ്ഥം, സുന്ദരം, ശാന്തം, ഇതാണ് അവസ്ഥ. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. കാരണം അത്ര രസമാണ് ഇതിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. നമുക്ക് മൺട്രോ ഐലൻഡ് കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം പോകുമ്പോഴാണ് പേഴുംതുരുത്ത്. അവിടെ അതിമനോഹരമായ ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങ് അതിൻ്റെ എൻഡിൽ. അത് ഞാൻ പിന്നാലെ കാണിക്കാം. ഈ രണ്ട് സൈഡുകളും എല്ലാവരും അവസാനം വരെ കാണുക. ഇതെല്ലാം സൈഡിലുള്ള വീടുകളാണ്. ആദ്യം നമ്മൾ അങ്ങോട്ട് കണ്ട ജലാശയങ്ങൾ കണ്ട ബോട്ടുകളും എല്ലാം ധാരാളമായിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡിലും മാറി മാറി വീഡിയോസ് എടുത്തു. ഇടത് സൈഡിലായിരുന്നു കൂടുതൽ നല്ല വീടുകളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. വലത് സൈഡിലാണ് ജലാശയങ്ങൾ. അഷ്ടമുടി കായലിൻ്റെ സൈഡിലൂടെ കല്ലടയാറും അഷ്ടമുടി കായലും ചേർന്ന സ്ഥലമാണ്. അതിൻ്റെ സൈഡിലൂടെ ഒരുപാട് ദൂരം ഈ ബസ് യാത്ര ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ തെങ്ങിൻ തോപ്പും അഷ്ടമുടി കായലും ഇതിങ്ങനെ കണ്ട അതിൻ്റെ സൈഡിലൂടെ കിലോമീറ്ററോളം ദൂരത്തിലാണിത് നമ്മൾ കാണുന്നത്. അതാണ് ഇതിൻ്റെ ഭംഗി. ഈ യാത്ര ആസ്വദിക്കണമെന്ന്
പറയുന്നതിൻ്റെ പ്രധാന കാര്യം അതാണ്. എല്ലാവരും ഈ വീഡിയോ അതുകൊണ്ട് കാണാതിരിക്കരുത്. പേഴാന്തുരുത്തെന്ന് പറയുന്നത് വളരെ മൺട്രോത്തുരുത്തിൻ്റെ അങ്ങ് ദൂരെയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള ക്ഷേത്രം. ഇത് വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രമാണ്. റോഡിൻ്റെ 2 സൈഡിലും പല പല അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് ഈ അമ്പലങ്ങൾ ഇതുപോലെ വല്ല അവസരങ്ങളിലും കണ്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ. വീടുകൾ കണ്ട നല്ല നല്ല വീടുകൾ. എല്ലാവരും ഈ വീഡിയോ കാണുക. കണ്ട മൺട്രോ ഐലൻഡിൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇനിയും കുറേയും പോകണം. ഒരുപാട് ദൂരമുണ്ട്. 1 മണിക്കൂറും പിന്നെ ഒരു 10 മിനിറ്റോളം. അങ്ങനെ ഞാൻ പേഴുംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പേഴുംതുരുത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രം കാണിക്കാം. ഇതെല്ലാം കാണുന്നതാണ് പേഴുംതുരുത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രം. മൺട്രോത്തുരുത്തിൻ്റെ അത് അവിടെ എല്ലാം കഴിഞ്ഞ് ഇനി ഇപ്പുറത്തെ ഒരു സ്റ്റോപ്പാണ്. ഞാനില്ല ബസ്സിലാണ് വന്നത്. കിടക്കുന്നത് കണ്ട ഒരു KSRTC കിടക്കുന്നുണ്ട. പ്രിയദർശിനി വണ്ടിയാണ്, അതിലാണ് വന്നത്. കൊല്ലത്ത് നിന്നും കൃത്യം 2:40 ബസ് ഈ പേഴുംതുരുത്തിലേക്ക് വന്നു. 1 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. മൺട്രോത്തുരുത്തും അതുപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളും വളവും പേരയം അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കടന്ന് ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. 1 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. ഇതാണ് അമ്പലം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, പേഴുംതുരുത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രം. വീഡിയോ എടുക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നത്. 4:35 തന്നെ ബസ് പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു അവസരത്തിൽ വന്ന് ബാക്കി വീഡിയോകളും എടുക്കാം. അങ്ങോട്ട് പോകുന്ന ഭാഗം കിടിലമാണ്, ഒരു രക്ഷയുമില്ല. ഇതാണ് അമ്പലം. എന്ത് നല്ല കോമ്പൗണ്ടാണെന്ന് നോക്കിയാണ്. അങ്ങനെ ഞാനിപ്പം മൺട്രോ ഐലൻഡിലെ പേഴുംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ ഇപ്പം പറ്റത്തില്ല. കാര്യമെന്ന് വെച്ചാൽ ബസ് ഇപ്പം പോവും. എനിക്ക് അങ്ങ് വീട്ടിലെത്തണം. എൻ്റെ കൊച്ചു ഒളിച്ചുള്ള യാത്രകളാണ്, അതുകൊണ്ട് എളുപ്പമൊക്കെ ചെല്ലണം. എന്നെ വിളിച്ചിപ്പം അവിടെ എന്തുവാന്നൊന്ന് നോക്കട്ടെ. അങ്ങനെ പേഴുംതുരുത്തെന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ഞാൻ എത്തി. തെങ്ങിൻ തോപ്പും അതിൻ്റെ ഇപ്പുറത്തായിട്ട് കല്ലടയാറും അഷ്ടമുടി കായലും സ്ഥിതി ചെയ്യുന്ന ആ മനോഹരമായ സ്ഥലമാണിത്. അങ്ങ് ദൂരെ നിന്ന് ബോട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വലത് സൈഡിൽ പെരുമൺ പാലം. പേഴുംതുരുത്തിനെയും അതുപോലെ തന്നെ പെരുമണിനെയും ബന്ധിപ്പിക്കുന്ന ആ വലിയ പാലം, അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലത് സൈഡിലായിട്ട് കാണാം. അത് ഏതാണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളിലായിരുന്നു, അതിപ്പം എല്ലാം ധാരണയായി പണി തുടങ്ങാൻ പോവുകയാണ്. ഏതാണ്ട് ഇത്രയൊക്കെ ആയി. നല്ല വലിയൊരു പാലമാണ്. യാത്രാ സൗകര്യം വളരെ എളുപ്പമാക്കുന്നതിന് വേണ്ടി പെരുമണിനെയും പേഴാന്തുരുത്തിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന വലിയ പാലം. ഈ പാലത്തിൻ്റെ താഴെ നിന്നാണ് ഞാൻ ഈ പേഴുംതുരുത്തിൻ്റെ മനോഹരമായ ഈ വീഡിയോ പകർത്തിയത്. എല്ലാവരും വീഡിയോ കാണുക. കാരണം ഈ സ്ഥലങ്ങളിലൊന്നും നമുക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്നതല്ല. ഇങ്ങനെ കാണുമ്പോഴും ഇനി ഒരവസരം കിട്ടുമ്പോഴും എല്ലാവരും വരിക. ഇതാണ് പാലം. അങ്ങ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങ് ആരും ഇല്ല. 1-2 ആളുകളൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ച് ഇങ്ങനെ വലിയ ഒരു ഷീറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നത്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അങ്ങനെ എൻ്റെ സമയം തീരാറായി. കാരണം വണ്ടി 4:35 തന്നെ പുറപ്പെടും. അതുകൊണ്ട് എനിക്ക് അപ്പോഴും തന്നെ അങ്ങ് ബസ്സിൽ കയറണം. സോ ഞാൻ ഇവിടെ നിന്നും ആ അമ്പലത്തിൻ്റെ വീഡിയോ ആണ് എടുത്തത്. ബാക്കിയെല്ലാം ബസ്സിലിരുന്നെടുത്ത കാഴ്ചകളാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഒരു വീടൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ആളുകളൊക്കെ നിൽപ്പുണ്ട്. എല്ലാവരും ഇവിടെ ഒക്കെ വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തങ്ങ് പോവുകയാണ്. ഞാനും അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുക. കിടില സ്ഥലമാണിത്. നമ്മൾ കാണുമ്പോഴേ അറിയാവൂ ഇതിൻ്റെ ഈ ഭംഗിയെന്ന് പറയുന്നത്. വഴിയോര കാഴ്ചകളും എല്ലാം ശാന്തസുന്ദരമായൊരു സ്ഥലം. കണ്ട വിശാലമായ ആ പാലത്തിൻ്റെ ഇങ്ങോട്ടുള്ളൊരു വഴിയാണ്. ആ വഴിയെ ഞാൻ നടന്നു വരികയാണ്. ഇവിടുന്ന് നല്ല രസമുണ്ട്. ഇതിൻ്റെ വലത് സൈഡിൽ ഒരു വീട്ടിൽ റോഡിൻ്റെ അരികിലായിട്ട് ധാരാളം ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട്.
ഞാൻ പക്ഷേ വീഡിയോ വിട്ടിൽ ഇങ്ങനെ എടുക്കാഞ്ഞത് കാരണം ഞാനത് അങ്ങ് മാറ്റി. കാരണം ഇത് അങ്ങനെ എടുത്തുകൂടല്ലോ വീഡിയോയിൽ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ നടന്ന് ബസ് കയറുന്നിടത്തോട്ട് വരികയാണ്. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞാൻ സ്പീഡിന് നടന്ന് വരുന്നു. ഇനി ബസ് കയറുക. പോയ ബസ്സിൽ തന്നെ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാത്തത്. നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ വണ്ടിയിൽ അവിടെ എല്ലാം കറങ്ങി നമുക്ക് കാണാം. ഇതിപ്പം ബസ്സിലാണ്. ഈ കടയിൽ നിന്നൊരു ചായ കുടിച്ചു. നല്ല കിടിലം ഇൻസ്റ്റൻറ്റ് അതിനകത്തുനിന്ന് കിട്ടുന്ന ഉണ്ടല്ലോ, കിടിലം ഒരു ചായ കുടിച്ചു. ഒരു 10 രൂപയാണ്. നല്ല കട. ഒരു മോളാണ് നിന്ന് ചായയും സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് അമ്പലത്തിൻ്റെയും പേഴുന്തുരുത്തിന് ആ ഭാഗത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് പാവം ഞാൻ ബസ്സിൽ വന്നതായിരിക്കുന്നു. കണ്ട, ഞാനങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വരും 2 പേര്. അപ്പോൾ ഇനി തിരിച്ചുള്ള യാത്രയാണ് കിടിലം. പക്ഷേ ഭയങ്കര വെയിലാണ്. ഇത് കണ്ട, ഇതാണ് കൃത്യമായിട്ട് മൺട്രോ ഐലൻഡിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടുന്നത്. ഈ ഇടത് സൈഡിലാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് ഇരുന്ന് എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആകാഞ്ഞത്. കണ്ട, ഇടത് സൈഡിലാണ് ഏറ്റവും ഈ ദ്വീപിൻ്റെ ഭംഗി. കണ്ട, ധാരാളം തെങ്ങും ബോട്ട് യാത്രകളും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഒരു വെയിലായതുകൊണ്ട് ഇതൊക്കെ വൈകിട്ട് പോയാലേ നമുക്ക് പറ്റൂ. ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഇതൊന്നും പറ്റത്തില്ല. കണ്ട, ഇതെല്ലാം മൺട്രോ ഐലൻഡാണ്. പേഴുന്തുരുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മൺട്രോ ഐലൻഡാണ്. എസ് വളവ്, അതെല്ലാം ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഒരുപാട് ടൂറിസ്റ്റുകളും എല്ലാം വരുന്നത്. അതിന് ബോട്ടിങ്ങിൻ്റെ സൗകര്യങ്ങൾ പല ഇടത്തായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ബോട്ടിങ് യാത്രയൊക്കെ നടത്താം. ഈവനിങ്ങിലും രാവിലെയൊക്കെയാണ് അതിനെല്ലാവരും പോകുന്നത്. ഈ പൊരുവെയിലായതുകൊണ്ട് ആരും ഇവിടെ അങ്ങും ഇല്ല. ആളുകൾ വന്ന് കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ സമയമായതുകൊണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇടത് സൈഡിലെ കായലിൻ്റെ ഭംഗി. ഇങ്ങനെ റോഡ് കിലോമീറ്ററോളം ദൂരത്തിൽ ഈ കാഴ്ച കണ്ടാണ് നമ്മൾ പോകുന്നത്. അതിമനോഹരം. ശാന്തമായിട്ട് കിടക്കുന്ന ഈ കായലും അതിൻ്റെ തെങ്ങിൻ തോപ്പുകളും അതിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് നമുക്ക് മണിക്കൂറുകളോളം ഉള്ള യാത്ര. നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വെറുതെ അല്ല. കൊല്ലത്ത് തന്നെയുണ്ട് ഇതിൻ്റെ ഭംഗി. അങ്ങനെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇതിങ്ങനെ കണ്ട് വരികയാണ്. കണ്ട, എന്ത് ഭംഗി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.